നമ്മളിപ്പം അരുണാചലിൽ നിന്ന് ലാറ്റക്സ് ലോഡുമായിട്ട് എരുമേലിയിലേക്ക് വരുന്ന വഴിയാണ്. എന്ന വഴി ഞങ്ങൾ പീരുമേട് അടുത്തുനിന്ന് സ്റ്റേ ചെയ്തു. രാവിലെ തന്നെ പുറപ്പെടുകയാണ്. അതെ, ഒരു ശകലം നമ്മുടെ KK റോഡിൽ നിന്ന് ശകലം ഉള്ളിലോട്ട് കയറി നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്ത്, പ്രകൃതി രമണീയമായ സ്ഥലത്ത്. അതെ, ഒത്തിരി നേരം ഇവിടെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന പെരുമഴയാണ് വരാൻ വന്നത്. നോക്കി വണ്ടി എടുത്തു. അതെ, ഇത്ര നാളും വെയിലത്തും ചൂടത്തും നിന്ന് അതുകൊണ്ട് തണുപ്പൊരു ശകലം ആസ്വദിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ ഇവിടെ കിടന്നു. അതെ അതെ അതെ. നമുക്ക് അതിലേ പോകണ്ടേ, ആ പിക്കപ്പ് പോകുന്ന വഴിക്ക് നമുക്ക് പോകണ്ടേ. ഇന്നലെ നല്ല അടിപൊളി തണുപ്പായിരുന്നു, ഒരു 18 ഉള്ളായിരുന്നു ടെമ്പറേച്ചർ. ആവിയിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ വന്നിട്ടേ തണുപ്പത്ത് കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ലൊരു സുഖം. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മരുഭൂമിയിലെ മരപ്പച്ച പോലെ നല്ല മരപ്പച്ചയോ മരുഭൂമിയിലെ മരുപ്പച്ച. ഞാനോർത്ത് മരപ്പച്ച. നല്ല വൈകുന്നേരം കഞ്ഞിയൊക്കെ വെച്ച് രാജേഷിൻ്റെ ചിക്കൻ കറിയൊക്കെ കഴിച്ച്. ചിക്കൻ കറി മിച്ചമുണ്ടോ? കുറച്ചുണ്ട്. കഞ്ഞിയുണ്ടോ? ആ, ചിലപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ ചെല്ലുന്നിടത്ത് കടയൊന്നും ഇല്ലാത്ത. ഇഷ്ടം പോലെ കുക്കർ നിറഞ്ഞു. അതാ ഇട്ടയാളുടെ കൈയുടെയാ. അല്ല, ഇന്നലെ പിന്നെ ഞങ്ങളുടെ ഞാനും സച്ചും വണ്ടിയിലാണ് കിടന്നേ. സച്ചു ലോറി ലൈഫ് ആസ്വദിക്കാൻ വന്നതല്ലേ, അതുകൊണ്ട് ലോറി കിടക്കാന്ന് വെച്ചു. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? അടിപൊളിയായിരുന്നു. വന്നു ഇരുന്നു കിടന്നതേ ഓർമ്മയില്ല, പിന്നൊന്നും ഓർക്കുന്നില്ല, അതുപോലെ ഉറങ്ങിപ്പോയി. രാവിലെ ഇന്നും നല്ല മഴയാണ്. കോട്ടയം കുമളി ബസ് KSRTC നല്ല മഴയാണ് കേട്ടോ. പുത്തേ ട്രാവൽ ലോഗിൻ്റെ അരുണാചലിൽ നിന്നും എരുമേലിയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ പരുന്തുംപാറയിലേക്ക് കയറി പോകുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് മഴ കാരണം. ഒരു സൈഡ് തേയില, ഒരു സൈഡ് ഏലക്കാട്, ഏലത്തോട്ടം. ഇപ്പോഴേ രാവിലെ വിശക്കാൻ തുടങ്ങി. നമുക്ക് എവിടെയെങ്കിലും എല്ലാം കഴിച്ചിട്ട് പോകാം. രാവിലെ നല്ല കോടയൊക്കെ ഉണ്ട്, കോടമഞ്ഞ്. കുട്ടിക്കാനത്തേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരി കോടമഞ്ഞ് ഉണ്ടാവും. വെള്ളം ഒഴുകി വരുന്നുണ്ടോ? എല്ലാവരും കയറ്റി വിടും. അപ്പോൾ ഇതാ നമ്മുടെ മത്തായിക്കൊക്ക. താഴോട്ട് ഭയങ്കര കുഴിയാണ്. അപ്പോൾ അതെ, പീരുമേട് എത്തി. പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ചക്കുളത്തുകാവ് 98 കിലോമീറ്റർ, എരുമേലി 38 കിലോമീറ്റർ, വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് 8.5 കിലോമീറ്റർ കേട്ടോ. അഴുതാ നദിയാണ് ഇതിന് അടിയിൽ കൂടെ ഒഴുകുന്നത്. പീരുമേട് പോലീസ് സ്റ്റേഷൻ മോളിൽ കാണുന്നത്. പീരുമേട് ഇവിടെ എങ്ങും വണ്ടി നിർത്താനിടയില്ല. കട ഇവിടെ ഉണ്ട് ഫുഡ് കഴിക്കാനേ, പക്ഷെ വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല. ആ, അല്ല പിന്നെ കുട്ടിക്കാനം ചെല്ലേണ്ടി വരും. ഇവിടെ ഒരു ഹോട്ടലാണ്. ഇവിടെ ഹോട്ടലുണ്ട്. നമുക്ക് ഇവിടെ ഇവിടെ ഒതുക്കിയാലോടാ. അതെ, അവിടെ വണ്ടി ചേർത്തിട്ട് നല്ലപോലെ ഒതുക്കിയിടാൻ സ്ഥലമുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട പറഞ്ഞു. പൊറോട്ടയും കടലക്കറിയും, ഒരാൾ മുട്ടക്കറിയും മേടിച്ചു. അത് നീ ഒടിച്ച് കൂട്ടിയോ? അതിനാ വലിയതായിരുന്നു. നോക്കിയാൽ മസാല ദോശ. ഇപ്പോഴേ മഴയൊക്കെ മാറി. ശാല നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നുള്ളൂ, തെളിഞ്ഞു. ഫോറസ്റ്റിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം. ഫോറസ്റ്റിൻ്റെ ഈ വണ്ടിയുണ്ടോ ഈ ടൈപ്പ്? അല്ലേ, ആ പച്ചയായിരുന്നു നല്ലതല്ലേ. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആൻഡ് എക്കോ ലോഡ്ജ് പീരുമേട്. അപ്പം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെന്നൈയിൽ നിന്ന് ദിണ്ടുക്കൽ, തേനി, കമ്പം, കുമളി, വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞ് പീരുമേടും കഴിഞ്ഞ് കുട്ടിക്കാനം എടുക്കാറായി. അതായത് കോട്ടയം കുമളി റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. KK റോഡിൽ കൂടി പൈൻ ഗാർഡനായി മുകളിൽ കാണുന്നത്. കുട്ടിക്കാനം, നമ്മൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. എപ്പോഴും ഇതുപോലെ ചാറ്റമഴയും കോടമഞ്ഞും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കയറി വരുമ്പോൾ ഈ കുട്ടിക്കാനത്ത് നിന്നാണ് കട്ടപ്പനയ്ക്കും കുമളിക്കുമായിട്ട് തിരിയുന്ന സ്ഥലമാണ്. കുമളി വണ്ടി ഇപ്പോൾ ഒരു 4 എണ്ണം അടുപ്പിച്ച് പോയി. ഇപ്പം 5 മിനിറ്റിനിടയ്ക്ക് 4 എണ്ണം പോയ 3 KSRTC, ഒരു പ്രൈവറ്റ്. അതെ അതെ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ മുണ്ടക്കയം പോകും, റൈറ്റിലേക്ക് പോയാൽ ഏലപ്പാറ, കട്ടപ്പന, അതുവഴി വാഗമണ്ണും പോകാം. വാഗമണ്ണ് ഒരു 22 കിലോമീറ്റർ ഉള്ളൂ. ഇടുക്കിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. IHRD, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, പീരുമേട്. പീരുമേടെന്ന് പറഞ്ഞാൽ ഇത് കുട്ടിക്കാനമാണ്. അപ്പം നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് മല ഇറങ്ങുകയാണ്.
ഇവിടെ സാധാരണ ഈ കുട്ടിക്കാലത്ത് വരുമ്പോൾ ഇവിടെ എല്ലാം നല്ല മഞ്ഞ് കാണുന്നത്. ഇന്നൊക്കെയാലും കോടമഞ്ഞില്ല. മഴയുള്ളതുകൊണ്ടാണ്. ആ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. ഇത്തവണ ഉണ്ടല്ലോ കിളിയാന്നും പറഞ്ഞ് ഞാൻ വന്നു. ആ ആ പക്ഷെ വലിയ പണിയൊന്നും വരില്ല. ആകെ ആദ്യത്തെ ദിവസത്തെ മറ്റേ കല്ലുകുത്തലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മെയിൻ ആയിട്ട് മെയിൻ ഡ്രൈവർ ലെക്ചർ എടുത്തു തരുമായിരുന്നു. ഞാൻ പരിപാടി പ്രാക്ടിക്കല് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു. പ്രാക്ടിക്കല് പിന്നീടാ, അത് ആദ്യം അതെല്ലാം കാണിച്ചു തന്നെ എങ്ങനെയാന്നുള്ളത്. ആദ്യം തന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ പണി പണി നിർത്തും. അതുകൊണ്ട് ഇത് കൊല്ലാനല്ല, അല്ല വളർത്താനല്ല, കൊല്ലാനാ. അത് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. എന്റെ കൈ തന്ന് എന്റെ മോമാവ് മാറിയപ്പോഴേ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി പറഞ്ഞ ചിലപ്പോ അടുത്ത വണ്ടിക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നു. അല്ല, ഇന്നിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ പണിയുണ്ട്. എന്താണെന്നറിയോ? ആ ലോഡ് ഇറക്കുന്നിടത്ത് ബെൽറ്റ് എല്ലാം അഴിച്ചു കൊടുക്കണം. പടുതായി ഇടാത്ത ലോഡ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വലിയ പണിയില്ല. അതും തന്നെയല്ലേ ഇപ്പൊ 2 ദിവസമായിട്ട് വണ്ടിയെ വന്നോണ്ട് മാനസികമായിട്ട് അതിനൊരു തയ്യാറായി. പക്ഷെ ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നേരം നിർത്തിയിട്ട് പോകാൻ തോന്നും. ഇതിപ്പോ 2 ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അതല്ല, വന്നപ്പോ ജീൻസ് ഇട്ടാ വന്നിട്ടുണ്ടോ? അതെ അതെ. ഇന്ന് പണിക്കുള്ള ഡ്രസ്സാ. പിന്നെ ബെൽറ്റ് അഴിച്ചു കൊടുത്താൽ വലിയ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡൊക്കെ ഇറക്കിയിട്ട് നമ്മളവിടെ വർക്ക്ഷോപ്പിൽ ചെല്ലും. അന്നേരം അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി പണിയുണ്ട്. വണ്ടി കഴുകണം, വണ്ടി മൊത്തം കഴുകണം. അത് കഴിഞ്ഞിട്ട് ഈ ടയറെല്ലാം അഴിച്ച് തിരിച്ചിടണം. അതായത് 8 സൈഡിലെ ടയർ അഴിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. അതായത് ഞാൻ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ടേ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിന് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അതിന് പഠിക്കേണ്ട കാര്യമില്ല. ആകെ അറിയാവുന്നത് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഐഡിയ ഉള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞു തരാം, കാണിച്ചു തരാം. എല്ലാ വണ്ടിക്കാർക്കും ധൃതിയില്ല. ഇതില് വരുന്നവരെല്ലാം നല്ല 100 വരുള്ളൂ. ഉണ്ടോ? അവിടുന്ന് താഴേക്ക് പോകുന്നുണ്ടല്ലോ സച്ചു. ഉണ്ടോ? ഇപ്പൊ ആ വണ്ടി വരുന്ന ആ ഭാഗത്തേക്കാ. അവിടെ ഇവിടെ ആണെന്ന് തോന്നുന്നു വീഴുന്നത്. പിന്നെ ചിലപ്പോ ഇവിടെ കോടയൊക്കെ കയറുമ്പം കോടയൊക്കെ കാണുമ്പം വഴി നല്ല കോടമഞ്ഞുണ്ടെങ്കിൽ വഴി മനസ്സിലാകുകയില്ല. പുറകെ വരുന്നവരെല്ലാം കയറ്റി വിട്ടേക്കാം. എല്ലാം ധൃതിക്കാരാ. വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് നേരെ മുന്നിൽ. നമ്മളിതൊക്കെ പറയുന്നേരം നിന്നുപുള്ളിപ്പാറ. അങ്ങനെയൊക്കെ ഒരു സ്ഥലപ്പേരുണ്ട് ഇവിടെ. പാഞ്ചാലിമേട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. തൊട്ട് താഴെയാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ മുറിഞ്ഞപുഴ. പാഞ്ചാലിമേട് ലെഫ്റ്റിലേക്ക് ഒരു 4.5 കിലോമീറ്റർ പോയാൽ പാഞ്ചാലിമേട. അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. മഴയായതുകൊണ്ട് ഇപ്പോൾ നല്ല രസമായിരിക്കും. നല്ല മഞ്ഞും തണുപ്പുമായിരിക്കും. ഈ വഴിക്ക് പോകണം. കോട ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം അതെ കട്ടപ്പന വണ്ടി. അത് ഇത്ര നേരം കുമളി വണ്ടി തന്നെയായിരുന്നു. കുമളി വണ്ടി എന്ത് വണ്ടിയാണ് പോകുന്നത്? കട്ടപ്പനയ്ക്ക് വണ്ടി കുറവാണ്. ഇത്രയും വണ്ടികളില്ല. അതുണ്ടോ കോട ഇറങ്ങി വരുന്നുണ്ടോ? ആ മലകളെല്ലാം മഞ്ഞ് മൂടി. ഏതാ ക്യാപ്റ്റൻ വണ്ടി എല്ലാം കയറ്റി വിടുക. പുറകെ വരുന്ന വണ്ടികൾ നിർത്തി കൊടുത്ത്. ഏലപ്പാറ കട്ടപ്പന. കമ്പം, കുമളി കമ്പം. ആ മലയിൽ നല്ല വെയിലും. ഇതാണ് പുല്ലുപാറ. പണ്ടൊക്കെ വണ്ടിക്കാർ താഴേന്ന് കയറി വരുന്ന വണ്ടികളൊക്കെ തണുപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഒത്തിരി വണ്ടിക്കാർ വരുന്നവരൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. നമ്മളെയാണോ അതോ വളവനടിക്കുന്നതാണോ? ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി അവിടെ എല്ലാ കടയുടെയും മുന്നിൽ ഒരു വീപ്പയും ഒരു പൈപ്പും കാണും വെള്ളം. അവിടെ നിർത്തി തണുപ്പിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പണ്ട്, ഒത്തിരി പഴയ കാലത്ത്. അന്നത്തെ പോലത്തെ ആവിയഞ്ചിനൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങളെ പോലൊക്കെ ഉള്ള പുതിയ തലമുറ വന്നപ്പം എല്ലാം മാറി. ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പൊ ടർബോയാ വരിക്കുന്നല്ലേ. നമ്മുടെ ഇവിടെ നിന്നും വിറക് കയറി പോകുന്നുണ്ട് തമിഴ്നാട്ടിലേക്കൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ. കുമളി കമ്പം മട്ട് ഏക്കാലും ഈ കട്ടപ്പനയ്ക്കും കുമളിക്കും ഒക്കെ ഇഷ്ടം പോലെ ബസ്സാണ്. നോക്കി നിന്ന് വിഷമിക്കണ്ട. അതെ. പെരുവന്താനമാവുന്നു. ഇതാണ് പെരുവന്താനം. നമ്മൾ മല ഇറങ്ങി തീരാറായി. ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളൂ. താഴെ നോക്കിയേ, കൈതത്തോട്ടാണ്. കൈതയല്ല, റബ്ബർ വെച്ചേക്കുന്ന. അതിനകത്ത് കൈതയുണ്ട്. അതെ അകലേന്ന് കാണുമ്പോൾ റബ്ബർ കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. അതൊക്കെ അങ്ങ് അരുണാചലിലേക്കും ആസാമിലും മേഘാലയയിലും ത്രിപുരയിലും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൊടികുത്തി. അതുകൊണ്ട് കൊടി കുറേ ഉണ്ട്. കൊടികുത്തി എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലപ്പേര്. താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇച്ചിരി വെട്ടമൊക്കെ വീഴുന്നുണ്ട്. അതെ മഴ കുറവാണ്. കേട്ടിട്ട് എത്ര നാളായി മഴ തുടങ്ങിയിട്ട്? എല്ലാം ബൈക്ക് റൈഡേഴ്സാ.
ബൈക്ക് റൈഡേഴ്സൊക്കെ മഴ ആസ്വദിക്കാൻ വേണ്ടി പോവാ ഹൈ റേഞ്ചിലേക്ക്. ഇതെല്ലാം പൈനാപ്പിൾ കൃഷിയാണ്. കൈത റബ്ബറും വെച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ. മതമ്പ, ചെന്നാപ്പാറ, വള്ളിയാങ്കാവൊക്കെ പോകുന്ന റോഡാണിത്. എസ്റ്റേറ്റിനകത്തൂടുള്ള ഒരു റോഡാണ്. ആ പാലൂർക്കാവും പോകാം കേട്ടോ. പാലൂർക്കാവ് വിട്ടുപോയായിരുന്നു. വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം. ക്ഷേത്രം ഇവിടെ അല്ല, അങ്ങോട്ടുള്ള വഴിയാണ് അത്. അപ്പോൾ ആ വഴിയെ ഒരു 10-15 കിലോമീറ്റർ എസ്റ്റേറ്റ് റോഡിലൂടെ ഉള്ളിലേക്ക് പോകണം വള്ളിയാങ്കാവ് ക്ഷേത്രത്തിലേക്ക്. 40 കിലോമീറ്റർ ഓടുന്ന സമയം എടുക്കും അവിടെ ചെല്ലാൻ. ആണോ? വഴി അതുപോലെ മോശമാണോ? ഭയങ്കര മോശമാണ്. എസ്റ്റേറ്റ് റോഡല്ലേ, ഇപ്പോഴേ നമ്മൾ ആ ചുരം എല്ലാം ഇറങ്ങി താഴെ വന്നു. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഇതാണ് പെരുവന്താനം പോലീസ് സ്റ്റേഷൻ. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനാണോ? ശബരിമല, പമ്പ, എരുമേലിയൊക്കെ ലെഫ്റ്റിലേക്ക്. നമുക്ക് 26 വഴി പോവേ. അപ്പോൾ അതെ, ഇടുക്കി ജില്ല കഴിഞ്ഞ് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് കയറി. മണിമലയാർ ഇതേ കലങ്ങി മറിഞ്ഞൊഴുകുന്നു. ഇപ്പം നമ്മൾ മുണ്ടക്കയം എത്തി. ആ അതെ അതെ. വേണ്ടേ നമ്മുടെ ഒരു പഴയ ഡ്രൈവറാ. എവിടെ? റെസ്റ്റിലാണോ? ലീവിലാണോ? ലോങ് ലീവാ. ഈ ലെഫ്റ്റിലേക്ക് ഒരു 13 കിലോമീറ്റർ പോയാൽ കോരത്തോട്, മെയിൻ ഡ്രൈവറുടെ ജന്മസ്ഥലം. ഇല്ല, നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ഒരിടത്തും വണ്ടി നിർത്താവുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചായയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ആ ഒരു 200 വാട്ടിന്റെ ബൾബ് കത്തി പോലെ തിളങ്ങിയല്ലേ നിൽക്കുന്നത്. നാട്ടിൽ വന്നപ്പോഴേ, സ്വന്തം നാട്ടിൽ വന്നപ്പോഴേ. നാട്ടിലെപ്പം വന്നാലും അത് അങ്ങനെ തന്നെയാണ്. മുണ്ടക്കയം തെക്കേമല ഞങ്ങളുടെ സ്റ്റാൻഡ്. ആ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്. ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. മുണ്ടക്കയത്തിന് ബൈപ്പാസ് ഉണ്ടായിരുന്നു. ഇവൻ അതിലെ പോകാതെ മനഃപൂർവ്വം ഇതിലെ വണ്ടി കൊണ്ട് വന്ന. അതെ, ബൈപ്പാസ് പോയാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് ഓർത്തെ. ഇതേ ചായയുടെ നാട്ടിലേക്കുള്ള റോഡാണിത്. കൂട്ടിക്കൽ, എന്തയാർ, ഇളങ്കാട്. സ്വന്തം നാട്ടിലോട്ട് പോകുന്നത്. ആ ഇതാ പറഞ്ഞാലേ ഇപ്പൊ അതിലെ ഒരു പെങ്കൊച്ച് നടന്നുപോയി. അപ്പൊ ചായ പറഞ്ഞു ആ കൊച്ച് ജർമ്മൻ ഭാഷ പഠിക്കുന്നതാന്ന് പറഞ്ഞു. അതുവരെ അറിയാം. അതെ, അവൻ അന്നേരം ആൾക്കാരെ എന്തേരം എതി ചെയ്യുന്നുണ്ടോ നോക്കാം. അതെ കണ്ടോ? അത് പറയാൻ രാവിലെ നമ്മുടെ വണ്ടിക്കാണ് അവിടെ വന്ന് ഇറങ്ങുന്നത്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കോട്ടയം, മാന്നാനം, മണർകാട്, ഏറ്റുമാനൂർ. 48 കിലോമീറ്റർ. വീണ്ടും മഴ, ഒരു രക്ഷയില്ല. മഴയത്ത് അവിടെ ഇറക്കുവോ? അവിടെ ചെന്നാൽ കാറിലായോണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. പടുതായൊന്നും കഴിക്കണ്ട. അരമണിക്കൂർ തുറന്നു കിട്ടിയാൽ നമുക്ക്. അതെ, ഇത് പൈങ്ങന. ഇത്തവണത്തെ ട്രിപ്പില്ലേ ബംഗാളിൽ വെച്ച് വണ്ടി തട്ടിയില്ലായിരുന്നു? സൈഡിലെ സ്റ്റെപ്പൊക്കെ. അതെ, സ്റ്റെപ്പും സൈഡ് മിററും എല്ലാം കൊണ്ടുപോയി. അത് ശരിക്കും എങ്ങനെയാ സംഭവം? അത് വീഡിയോക്കകത്ത് ചിലപ്പോ ചെറിയ ഡൗട്ട് ഉണ്ട്. അത് ആ വണ്ടി തട്ടിയതിനെ കുറിച്ച് ഒരുപാട് പേര് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഒത്തിരി കമൻറ്റുകൾ ഇട്ടിരുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പലർക്കും അത് എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ അത് ഞാനൊന്ന് പറയാം. ഇപ്പം ഇത് നമ്മുടെ വണ്ടിയാണെന്ന് വെച്ചു. ഇത് നമ്മുടെ വണ്ടി. ഇതിന് മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടിയുടെ മുന്നേ. അപ്പം സിഗ്നൽ ഈ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്, നമ്മൾ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞപ്പം ഈ മുന്നേ പോയ വണ്ടി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോയി. അപ്പം നമ്മുടെ പുറകിൽ നിന്ന് ആ സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി നമ്മളപ്പം നമ്മളും എടുത്തു. ഈ വണ്ടി നമ്മൾ മുന്നോട്ട് എടുത്തു. അപ്പം പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇടയില്ല, 2 വണ്ടി നല്ലപോലെ പോകാനുള്ള ഇടയില്ല. ഈ കയറി വന്ന വണ്ടി ഇങ്ങനെ വന്ന് അവരുടെ ഒരു പകുതി ഭാഗം പോലും ആകുന്നതിന് മുമ്പ് ഇങ്ങനെ വലത്തേക്ക് ചേർത്തു. ഇങ്ങനെ വലത്തേക്ക് ചേർത്തപ്പോൾ തന്നെ നമ്മളവിടെ ചവിട്ടി. എന്നാൽ പതുക്കെ വണ്ടി പോകുന്നത്, ചവിട്ടി ഇങ്ങനെ വലത്തേക്ക് ചേർക്കുകയും പുള്ളിക്കും ലെഫ്റ്റിൽ പോകേണ്ട ആളായിരുന്നു. എന്നിട്ട് ഇങ്ങനെ തിരിക്കുകയും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിച്ചപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ ബാഗിൽ, റൈറ്റ് സൈഡിലെ ബാഗിലെ പൊടി നമ്മുടെ ഇവിടെ ഈ മിററയിലും ഈ ബാക്ക് സൈഡ് വന്ന് ഉടക്കി, മിററും ആ ഫുഡ് സ്റ്റെപ്പ് ഒടിഞ്ഞു പോയി. എന്നിട്ട് ഇങ്ങനെ ഉടക്കിയിട്ടും ഈ ഡ്രൈവർ നിർത്തിയില്ല. സാധാരണ ഏതൊരു ഡ്രൈവറും വണ്ടി തട്ടിയെന്ന് കാണുമ്പോൾ അവിടെ ചവിട്ടി നിർത്തുകയെന്ന്. ചവിട്ടി നിർത്തിയില്ല. നേരെ ഈ ഉടക്കി ആ ഗ്ലാസും ഇതെല്ലാം വലിച്ച് പറിച്ചോണ്ട് അങ്ങ് പോയി. അതാ നമ്മുടെ വീഡിയോയിൽ തന്നെ ആ സൗണ്ട് നല്ലപോലെ കേൾക്കാം. ഏടിച്ച് ഇങ്ങനെ പോകുന്നത് നല്ല കേൾക്കാം. അപ്പം ഇങ്ങനെ തിരിച്ച്, എന്നിട്ടും പുള്ളി നിർത്തിയില്ല, ഇങ്ങനെ തിരിച്ച് ആ വഴിയിലോട്ട് അങ്ങ് കയറിപ്പോയി. അത് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ആ വണ്ടിക്കിട്ടല്ല തട്ടിയ വേറെ വണ്ടിക്കാണ്. അപ്പം മറ്റേ വണ്ടി ഇങ്ങനെ അങ്ങ് പോവുകയും പിന്നെ ഈ തട്ടിയ വണ്ടിയുടെ ബാക്കിയാണ് പിന്നെ കാണിക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടാൽ അത് മനസ്സിലാവും. ഈ ഡ്രൈവർ ഒന്നെങ്കിൽ ഡ്രൈവർ ക്ലീനറാ, ഡ്രൈവർ അല്ല, അയാൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഒന്നെങ്കിൽ അത്, ഇല്ലെങ്കിൽ പുള്ളിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ, അതാണ്. അപ്പം ഈ വണ്ടി തട്ടിയിട്ടും അങ്ങ് പോവായിരുന്നു. ഞാൻ ചെന്നാ പിടിച്ച് നിർത്തിയത് അവിടെ. തട്ടിയിട്ട് അറിഞ്ഞിട്ട് നിർത്തിയില്ലല്ലോ. നിർത്തിയില്ലാത്ത ഒരു ഡ്രൈവർ അല്ല ഒരിക്കലും. നല്ലൊരു ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല. എവിടെ വണ്ടി തട്ടിയാലും
ഇപ്പൊ ഒരു കാര്യം, ഒരു ബൈക്കുകാരനാ വണ്ടിയുടെ കീഴെ വേണമെന്ന് വെച്ചു, ഇപ്പൊ നിർത്തുവോ? കയറ്റിക്കൊണ്ട് അങ്ങ് പോകലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും കംപ്ലൈന്റ് വരത്തില്ലായിരുന്നു. ആ തട്ടിയപ്പോഴേ നിർത്തിയിരുന്നെങ്കിൽ ഇത് മൊത്തം ഫുൾ ഒരു സൈഡ്, ഞാൻ ഓർത്ത് ഈ സൈഡ് മൊത്തം പോയെന്നാ ഓർത്ത്, ഡോറൂടെ പോയെന്നാ ഓർത്ത്. അപ്പം അത് ഒരു കാര്യം. പിന്നെ നമ്മള് വേറൊരു സംസ്ഥാനത്ത് ചെന്ന് ഒരു ലോറിയും കൊണ്ട് പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് മേടിക്കണമെങ്കിൽ ഒരു ഇച്ചിരി കട്ട്സ് വേണം. ഇല്ലെങ്കിൽ അങ്ങോട്ട് പൈസയും കൊടുത്ത് ഒന്നെങ്കിൽ ഇടിയും മേടിച്ച്, ഇല്ലെങ്കിൽ അവൻ നമ്മളെ പറിച്ചോണ്ട് പോയിട്ട് അവന് അങ്ങോട്ട് പൈസയും കൊടുത്തിട്ട് വരേണ്ട ഗതിയാണ്. അത് ലോറിയെ പോകുന്ന എല്ലാവർക്കും അറിയാം. കൊടുത്തിട്ട് വന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, എല്ലാവർക്കും അറിയാം. സാധാരണ പൈസ അങ്ങോട്ടും കൊടുക്കണം. അന്നേരം ഇവിടെ ന്യായമൊന്നുമില്ല. അപ്പൊ ഇതൊന്നും പോകാത്ത ആൾക്കാരും നമ്മൾ ലോറിയായിട്ട് ബന്ധപ്പെട്ട ഇല്ലാത്ത ആൾക്കാർ പല അഭിപ്രായങ്ങളും അതിനകത്ത് പറയും. അപ്പം ഈവൻ വണ്ടി നിർത്താതെ പോയിട്ട് ഞാൻ ഇറങ്ങി ചെന്നവനെ അവിടെ പിടിച്ച് നിർത്തി അവന്റെ വണ്ടിയുടെ താക്കോൽ ഊരി എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നത്, ഇല്ലെങ്കിൽ ഇവൻ പോകുമല്ലോ. അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോലീസ് വന്നപ്പോൾ ആദ്യം അവരുടെ സൈഡ് സപ്പോർട്ട് ചെയ്ത് പോലീസുകാരൻ ആദ്യം സംസാരിച്ചത്. അപ്പം ഞാൻ പോയി നോക്കാൻ പറഞ്ഞ വണ്ടിയുടെ അടുത്തൊന്നും പോലീസുകാർ പോയില്ല. എന്നിട്ട് പിന്നെ അവിടെ നിന്ന ആൾക്കാരെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് പോലീസുകാർക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്ത് ന്യായമെന്ന്. അപ്പം അതിലും ആൾക്കാർ പറയുന്നുണ്ട് ഒരു സ്ത്രീ വണ്ടി ഓടിച്ചോണ്ടാന്ന്. സ്ത്രീ വണ്ടി ഓടിച്ചോണ്ടൊന്നുമല്ല, എല്ലാവരും അവിടെ പോലീസുകാരനും അവിടുത്തെ ട്രാഫിക് പോലീസ് ഉൾപ്പെടെ ഇത് കണ്ടോണ്ട് നിൽക്കുക. ഈ സംഭവം അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് എല്ലാ ആൾക്കാരും കണ്ടോണ്ടിരിക്കുക. വണ്ടി ഇവിടെ നിൽക്കുന്നു, മറ്റേ വണ്ടി ഇതിലെ വന്ന് കയറിയിട്ട് ഈ സൈഡും പറിച്ചോണ്ട് പോവാ. അതൊന്ന്. പിന്നെ ചിലരാരാ ഓടിച്ചിരുന്നതെന്ന് അറിയത്തില്ല. ശരിക്കും ജലജ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ചിലരുടെ പുറത്ത് മുത്ത ഓടിച്ചിരുന്നത്, ജലജയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അതൊക്കെ ഈ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. അതെ, ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേ. ഇത് കാണുമ്പോൾ മറ്റേ വണ്ടി പോകുന്ന കണ്ടിട്ട് അന്നേരം കമന്റ് ഇടാൻ ആദ്യം പോകുന്നത്, എന്നാൽ ഇത് വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ കുറെ പേര് അങ്ങനെ പറഞ്ഞു. പിന്നെ പല പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഇപ്പൊ ലോറിയെ പോകുന്നവരാണേലും അറിയാം, വെളിയിൽ പോയിട്ട് നമ്മുടെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വണ്ടിക്ക് ഇടിച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പോരണം. അത് പോലീസുകാർ വന്നാലും പറയാം അവന് പൈസ കൊടുത്തോളാൻ പറയും. അപ്പൊ അതാ എല്ലാ സ്റ്റേറ്റുകളിലും സംഭവിക്കുന്നത്. എന്തിനാ കൂടുതൽ പറയുന്നത്? കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയെ തന്നെ പുറകെ വന്നിടിച്ച് വേറൊരു വണ്ടി വന്നിടിച്ചിട്ട് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ഊരി പോകും. എവിടെ? സത്താറ വെച്ച്, മഹാരാഷ്ട്രയിൽ സത്താറ വെച്ച് അങ്ങോട്ട്. അതായത് നമ്മുടെ പുറകെ വന്നിടിച്ചു വേറെ വണ്ടി. അവർക്ക് പണി ഉണ്ടായിരുന്നു. പോലീസുകാരോട് ഇടപെട്ട് അവർക്ക് പൈസ നമ്മൾ കൊടുത്ത പൈസ, എന്നിട്ടാ വണ്ടി അവിടെ നിന്ന് പോകുന്നത്. എത്ര കൊടുത്ത്? എനിക്ക് തോന്നുന്നു 7 രൂപ 8 രൂപ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതാണ് സാധാരണ സംഭവിക്കുന്നത്. പിന്നെ അന്നേരം നിൽക്കുന്ന ഡ്രൈവർ ആരാണെങ്കിലും ഭാഷ അറിയാം, അത്യാവശ്യം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ അറിയാമെങ്കിൽ എന്തേലുമൊക്കെ കുറച്ച് ഒരിത് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ നടക്കുകയില്ല. അതേപോലെ തന്നെ വണ്ടിക്കാരൻ്റെ 100% തെറ്റില്ലെങ്കിൽ അവൻ ഏതൊക്കെയാലും നമുക്ക് നഷ്ടം തരികയല്ലോ. അപ്പം പുള്ളിയുടെ മിസ്റ്റേക്ക് ആണെന്ന് 100% ആ ഡ്രൈവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഓണറോട് പറഞ്ഞ് ആ പൈസ നമുക്ക് ഇട്ട് തന്നത്. അതേപോലെ തന്നെ വണ്ടി തട്ടിയെന്നും പറഞ്ഞ് ഈ പൈസ മൊത്തം ഒന്നും ഡ്രൈവർമാരുടെ ശമ്പളത്തിൽ നിന്നൊന്നും ആരും കട്ട് ചെയ്യത്തൊന്നുമില്ല. അത് ഓണറാണ് സഹിക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ? പിന്നെ വളരെ ചുരുക്കം ചിലർ ഡ്രൈവർമാരുടെ സാലറി കട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ഒരു വണ്ടി കൊണ്ട് വേറൊരു വണ്ടിക്കിട്ട് എടുപ്പിക്കുകയില്ല. പുള്ളിക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ആ ആള് ഒരു നല്ലൊരു ഡ്രൈവർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു പാവം ആ ഡ്രൈവറുടെ പൈസ ഇനി എത്ര നാള് ജോലി ചെയ്താലും അങ്ങനെ ഇങ്ങനെയാന്ന്. അങ്ങനൊന്നുമല്ല. അങ്ങനെ വണ്ടി തട്ടിയ ഉടനെ ഡ്രൈവറുടെ ശമ്പളം കട്ട് ചെയ്യാനാണെങ്കിൽ എന്നാൽ ഇവിടെ ഈ ഒരിടത്തും വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാർ കാണുകയില്ല. എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം ഡ്രൈവർമാർക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് അതൊക്കെ ഓണറാണ് സഹിക്കുന്നത്. അതെ അതെ. പിന്നെ അമ്മയെ തല്ലിന്ന് പറഞ്ഞാലും രണ്ട് സൈഡും പറയുന്ന ആൾക്കാരുള്ള നാടാണ്. അതെ അതെ, രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ടാവും. തീർച്ചയായും ജനം പലവിധം. അത്രേ ഉള്ളൂ. അങ്ങ് പോവാ, അത്രേ ഉള്ളൂ. എരുമേലിക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ. ഇതാണ് കൂവപ്പള്ളി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം. ഇതാ ആൽമാവെന്ന ഇവിടെ അറിയപ്പെടുന്നത്. ആലും മാവും കൂടെ ആയി നിൽക്കുന്നത്. എരുമേലി പത്തനംതിട്ട ശബരിമല സ്പടികം കള്ളുഷാപ്പ്. അവിടുന്ന് കള്ളടിച്ചാലോ? അതെ, നമ്മള് ലോഡ് ഇറക്കുന്നിടത്ത് എത്തി. അപ്പം വണ്ടി തൂക്കാൻ വേണ്ടി വേബ്രിഡ്ജ് നിർത്തിയേക്കാം. ഈ മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറേയും പണിയിപ്പിക്കുകയാണ് കിളി നോക്കി നിന്ന്. കണ്ടു പഠിക്കുക. ബാറിലായോണ്ട് പെട്ടെന്ന് തന്നെ ലോഡ് ഇറക്കി തീരാറായി. പകുതിക്ക് മുകളിലായി. വണ്ടിയെ ഒന്ന് നേരെ ഉരുട്ടി താഴേക്ക് വിട്ടാൽ മതിയല്ലോ ബാറിലെ. അവിടെ തന്നെ പെട്ടെന്ന് തീരും. ഇറക്കി കഴിഞ്ഞോ? മുന്നോട്ട് കയറ്റി നിർത്തുക, ഡോർ അടയ്ക്കാൻ.
റബ്ബറിനെ കുറിച്ച് ആ ഒന്നും അറിയാനില്ല. പിന്നെ കുറെ സൈസുകളൊക്കെ ഉണ്ട്. ആ നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ കുരു ഇടുന്നു, മുളപ്പിക്കുന്നു, വെട്ടുന്നു. അത്രേ ഉള്ളൂ. മുളപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ വെട്ടാവോ? ഇല്ല, 5-6 വർഷം കഴിയും. 7 വർഷം. പണിയുന്ന പോലെ ഇരിക്കുന്നത്. 6-7 വർഷം കഴിയുമ്പോൾ വെട്ടാന്ന് തോന്നുന്നു. ഇപ്പം അല്ല, ഈ കുരുവിട്ട് മുളപ്പിച്ച് വെട്ടുമെന്ന് പറയുമ്പം ഈ വെട്ടിക്കളയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. റബ്ബറോ ചുവടെ വെട്ടാനാണെങ്കിൽ ഓടിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ കണ്ടോ, റബ്ബർ തോട്ടങ്ങൾ നമ്മുടെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന മെയിൻ റബ്ബറിന്റെ സെന്റർ ആണ്. ആയിരുന്നു, റബ്ബറിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ഒരു കാലത്തായിരുന്നു. പിന്നെ സമ്മതിക്കത്തില്ല. ഇവിടെ കേരളത്തിൽ റബ്ബർ കൊണ്ടുവന്ന മർഫി സാഹിബാന്നാ പറയുന്നത്. എന്റെ പുള്ളി പ്ലാന്റ്. അല്ലാതെ കാഞ്ഞിരപ്പള്ളി കണ്ട 100 വർഷം കണ്ട് വഴക്കമുള്ള ഒരു അതിനും പിന്നെ പുള്ളിയുടെ ചൗടീരം വരെ അവിടെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. ഏഞ്ചാറെന്ന് പറഞ്ഞാൽ കുറെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാ അത്. എന്താ നിങ്ങൾ കരുതിയേ അല്ലേ? മഴയായതുകൊണ്ട് എല്ലാരെയും പാവാടയൊക്കെ ഇട്ട് ഇടിച്ച് നിർത്തിയേക്കുക. അപ്പോഴേ നമുക്ക് ചോറിനുണ്ടേ, ചോറല്ല കഞ്ഞി 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 അച്ചാറും ചിക്കനും. ഇതെല്ലാം തൈ റബ്ബറുകളാണ് ഈ നിൽക്കുന്നതെല്ലാം. കഞ്ഞിരപ്പള്ളി പൊൻകുന്നം. ഇതിലേ പോയേക്കാം. എരുമേലി, പമ്പാവാലി, മുക്കൂട്ടുതറ ബൈക്ക് നമുക്കേ. അപ്പോൾ ഇതുവരെ നമ്മൾ വിഴുക്കിത്തോട് വഴി പൊൻകുന്നം പോയേക്കാം. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും റബ്ബർ തോട്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും വീതി ഉള്ളിടത്ത് വണ്ടി ഒതുക്കി നിർത്തിയാൽ നമുക്ക് ചോറിണ്ടിട്ട് പോകാം. റംബുട്ടാൻ നെറ്റിട്ട് നിർത്തിയേക്കുന്നു. ഈ റബ്ബർ എന്ന് പറയുന്ന സാധനം വലിയ ഇതൊന്നും ഇല്ലാതെ നിത്യ വരുമാനമുള്ള ഒരു ഐറ്റം ഇത് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ. അതെ അതെ. ഞാൻ നോക്കിയിട്ട് ഈ റബ്ബർ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ആവറേജ് വില നിൽക്കുകയാണെങ്കിൽ ഇതിന് വലിയ ഇതൊന്നും ഇല്ലെന്നേ. 200 രൂപ കിട്ടിയാൽ മതിയോ? 200 രൂപ കിട്ടിയാൽ മതി. അന്നേരം എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ സ്വന്തമായിട്ടാകുന്ന ഇത് വെട്ടുവാൻ പാലെടുക്കുകയൊക്കെ ചെയ്യണം. ഒരാളെ നിർത്തി ചെയ്യിക്കുമ്പോൾ ഈ വരുമാനം അതിനനുസരിച്ച് കുറയും. ഈ വില പോരാ. വില പോരാ. എന്നാ വെച്ചാൽ നമ്മളിവിടെ മേടിക്കുന്ന ഈ ആസിഡിനൊക്കെ ഭയങ്കര വിലയാ. ഈ ഉറക്കാൻ മേടിക്കുന്ന ആസിഡിനൊക്കെ ഭയങ്കര വിലയാ. പഴയ ഒരു റബ്ബർ കർഷകനാ ഞാനല്ല. അതല്ല ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞത്. നിനക്ക് വെട്ടാൻ അറിയാവോ? എനിക്ക് വെട്ടാൻ അറിയാം. ചിലപ്പോൾ പെട്ടോ ചൊടിയും. ഞാൻ കാത്തൊക്കെ വെട്ടുള്ളൂ, തൈമരം ഒന്നും വെട്ടത്തില്ല. ലാഭമാന്നൊക്കെ പറഞ്ഞ് സ്വന്തം പറമ്പിലെ വെട്ടാതെ കിടക്കുക. അതിനാ ആളില്ല. എനിക്ക് അവിടെ പോയി വെട്ടിക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുമോ? ഉണ്ടോ, മഴ പെയ്ത് മണിമലയാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ട് നിർത്തുക. നമ്മുടെ ബാറിലൊക്കെ ചെറുതായിട്ട് ലീക്കായിട്ടുണ്ടായിരുന്നു. അത് മഴവെള്ളവും കൂടെ വീണതേ പാലൊഴുകുന്നു. റബ്ബർ പാല്, ലാറ്റക്സ്. അതതിന് മോളിൽ വെച്ച് ചൂടാക്കാൻ മേലായിരുന്നു. ഇതാണ്ട് താഴോട്ട് പോകാറായിരിക്കും. അത് ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി അല്ലേ? അതുമല്ല, കുറ്റിയൊക്കെ താഴെ ഇറക്കി വെച്ച് അകത്ത് വെക്കണമൊക്കെ ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിന് അത് പറഞ്ഞാൽ മതി. കുറ്റിയെടുത്ത് ഇവിടെ വെക്കണം. എന്നിട്ട് ഇത് സാധനം എല്ലാം ഇറക്കി വെക്കണം. അതെ, ഇതാകുമ്പോൾ അത്ര പാടില്ലല്ലോ. അതെ, പഴയ ഒരു അയലക്കാരനെ വീണ്ടും വഴി കിടന്ന് കിട്ടി. നമ്മുടെ ഒരു എക്സ് ഡ്രൈവറും അല്ലേ പഴയ? അതെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് നടപ്പ് മനസ്സിലായില്ല കേട്ടോ. യാദൃശ്യമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പുത്തായിട്ട് കിടക്കുന്ന കണ്ട് എന്നാ വെച്ചാൽ അന്ന് ഇത്ര മണ്ണൊന്നും ഇല്ലായിരുന്നു. അന്ന് സ്ലിം ആയിരുന്നു. അതെ, കല്യാണം കഴിഞ്ഞ വണ്ണം വെച്ചാന്നാ പറഞ്ഞു. അതെ അല്ലേ? ഇതാണോ വണ്ടി? ഇതെങ്ങോട്ടല്ലോ? ഇത് റാന്നിക്ക്. റാന്നിക്കോ? താമസിക്കുന്ന ഇപ്പൊ ഇവിടെ തന്നെ അല്ലേ? പൊൻകുന്നത്തല്ലേ? എന്തേലല്ലേ ഇപ്പം? അല്ലല്ല, അവിടുന്ന് പോകുന്നത് എവിടെയാ? പൊൻകുന്നത്താണ്. അത് ശരി. എന്നാ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. മുടിയൊക്കെ കറുപ്പിച്ചല്ലേ? നാണം വരുന്നത് പറഞ്ഞപ്പോഴേ. നിന്റെ പ്രായമല്ലേ ഉള്ളൂ? എന്റെ വെല്ലിച്ചിന്റെ കൂടുതലെങ്ങാണ്ട് പഠിച്ചതാ. എന്റെ പ്രായമുള്ളതാണോ? ചായേ ശാല കഞ്ഞി എടുക്കട്ടെ. ആലോകാരൻ നന്നെ ഒരു ക്ഷീണം മാറ്റാം. ഈ സ്റ്റൂളെടുത്ത് നിരത്തിയിട്ട് ചാർക്കും ഇരിക്കണ്ടേ? അതാരും എടുത്തിട്ട് സമയമില്ലാത്തോണ്ട് ഇരിക്കാൻ സമയമില്ല. അതും തന്നെയല്ല, അത് എടുത്ത് വെളി വെക്കാതെ അത് വേറൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടെന്നുള്ളേ ഉള്ളൂ. ഇരിക്കാൻ വേണ്ടിയല്ല. അല്ല, അതെ ചായ മെയിൻ ഒരു ഐറ്റം എടുത്തില്ല. ഉണക്കമീനുണ്ടോ? പിന്നെ അതൊക്കെ ഞങ്ങൾ വറുത്തായിരുന്നു, കണ്ടില്ലായിരുന്നോ? എപ്പോ? എന്നിട്ട് ഇന്നലെ തന്നില്ലടാ ഉണക്കമീനുണ്ടായി? രാവിലെ വറുത്തോ? അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിയായിരുന്നു. അത് അങ്ങോട്ട് പോയപ്പോൾ വറുത്തോണ്ട് പോയ സാധനമാണ്. അത് റബ്ബർ പോലെ ഇരിക്കുന്നത്, അത് വേണ്ട. കറി ഉണ്ട് കേട്ടോ സാറേ. അതെ അതെ, അവിടെ ചോറുണ്ടായിരുന്നു ഇറക്കിയെടുത്ത്. എന്നോട് ഉണ്ണാൻ പറഞ്ഞാൽ. പിന്നെ കഞ്ഞി ഇരുന്നുകൊണ്ട് നമ്മൾ ചോറുണ്ണാൻ പോയില്ല. പക്ഷെ കഞ്ഞിക്ക് ചൂടുണ്ടല്ലോ, രാവിലെ ചൂട്. ഞങ്ങളല്ല അതെല്ലാം വേണ്ട രീതി കൈകാര്യം ചെയ്തായിരുന്നു. ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട്. അതെ അതെ, അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ തിളച്ച് താഴെ പോയത്. അവിടെ കുളിക്കാൻ പോയതാ. ഇപ്പഴേ മഴ നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് ശാലം നേരം തോർന്നു നിന്നാ
പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കള പൊട്ടിക്കും. ഉണ്ടാവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. പാത്രം കഴുകാനുള്ള സമയം തന്നില്ല. കഞ്ഞിയെല്ലാം തീർത്തായിരുന്നോ? തീർന്നു. ആ, കഞ്ഞിയും തീർന്നു, കറിയും തീർന്നു. പാത്രം കഴിയും വെച്ച് കഴിയും വെച്ച്. അപ്പോൾ ഇതേ നമ്മൾ വിഴുക്കിത്തോടെത്തി. ഈ ലെഫ്റ്റിലേക്ക് പോയാൽ അവിടെയാണ് പപ്പായുടെയൊക്കെ തറവാട്. പപ്പായൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണിത്, വിഴുക്കിത്തോട്. കോട്ടയം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് RV ഗവൺമെൻറ് VHSS ചേനപ്പാടി വിഴുക്കിത്തോട്. ചേനപ്പാടി കുറച്ചുകൂടെ അപ്പുറയാണ്, ഇത് വിഴുക്കിത്തോട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ചേനപ്പാടി, അതൊരു 3-4 കിലോമീറ്റർ കാണും. അപ്പം നമ്മളിത് ചിറക്കടവ് എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മണിമല, നമുക്ക് റൈറ്റിലേക്ക് പോയത് പൊൻകുന്നം, കോട്ടയം, പാലയൊക്കെ റൈറ്റിലേക്ക്. ഇപ്പം നമ്മൾ കടന്ന് വന്ന സ്ഥലം മണ്ണമ്പ്ലാവെന്ന് അറിയപ്പെടുന്നത്, ചിറക്കടവെന്ന് പറയും. കേരള സ്റ്റേറ്റ് 12. അപ്പം നമ്മൾ അതിലെ ഇങ്ങനെ കറങ്ങി 26-ൽ നിന്ന് നമ്മൾ KK റോഡിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കറങ്ങി ഇവിടെ വന്ന് ഇതേ പൊൻകുന്നത്ത് വന്ന് KK റോഡിലേക്ക് ഇറങ്ങും. റൈറ്റിലേക്ക് പോയാൽ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയൊക്കെ, കുമളിയൊക്കെ പോവും. ലെഫ്റ്റിലേക്ക് പൊൻകുന്നം, കോട്ടയം. അതെ, പൊൻകുന്നം കോട്ടയം മാത്രമല്ല, ചങ്ങനാശ്ശേരിക്കും പോവാം. 14 മൈലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ. ഇത് KK റോഡിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ശരിയാ. ചായ ഇതാ ചിറക്കടവിലേക്ക് പോകുന്ന വഴി ഇതാ കേട്ടോ, ചിറക്കടവ് ക്ഷേത്രം. ഇവിടെ മുണ്ടക്കയം, പുഞ്ചവയൽ വണ്ടിയൊക്കെ അവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും KK റോഡിൽ നിന്ന് ഇറങ്ങുക. നേരെ പോയ കോട്ടയം, റൈറ്റിലേക്ക് പാല. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇളംകുളം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ പള്ളിക്കത്തോട്. അപ്പോഴേ ഞങ്ങളിവിടെ നിന്ന് ഫോൺ ചെയ്യാനൊക്കെ നിർത്തിയായിരുന്നു. അപ്പം നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്ത് തന്നെ അല്ലേ? ആ, അപ്പം കണ്ടതിൽ സന്തോഷം. ആവശ്യമുണ്ട്. വിളിച്ചാൽ ഓക്കെ വിളിച്ചാൽ ഓക്കെ താങ്ക് യു. നമ്മുടെ പേരുടെ ജെറിൻ. ഓക്കെ. ഏതാ വണ്ടിയാണ്? ഇതാണ് പിക്കപ്പ്. ശരി. ഇല്ല, അവരിന്നലെ ചെന്നൈയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങളിങ്ങനെ ലോഡൊക്കെ ഇറക്കിയിട്ട് വരുന്ന വഴിയായിരുന്നു. ഭാരത് ബെൻസിൽ നിന്ന് 2-3 പേര് വന്നിട്ടുണ്ട്. ഇത് പ്രവീണ്. എവിടെ പോയാ നിങ്ങൾ? ശരി, പോയിട്ട് വരാം. പേരെന്നെ? ജോബിൻ. ഞാൻ രാജേഷ്. രാജേഷ്, അത് മനസ്സിലായി. ഇത് ഭാരത് ബെൻസിലല്ലോ? അല്ല, ഇത് ജിൻഡോ. ഇവിടെ നമ്മൾ കൊണ്ടു നിർത്തി ഒരുപാട് പേരെ കണ്ടു. അന്നേരം നമ്മുടെ ഒരു എക്സ് ഡ്രൈവറായിരുന്നു സായിച്ചാർ. അത് എക്സ് ഡ്രൈവർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എത്ര വർഷം ആദ്യം വണ്ടി എടുത്തപ്പോൾ തൊട്ട് 2001 മുതലുള്ള പരിചയമാണ് അല്ലേ? പുള്ളി നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. എവിടെ? എളമ്പളയിൽ. പേരനേത്? കണ്ണൻ. നിങ്ങൾ ഉള്ളിയോടെ മേടിച്ചോ? നെയ്യപ്പം. ഞാനും ഒരു നെയ്യപ്പം പറഞ്ഞേക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരാ കുരുവിക്കൂട്. കുരുവിക്ക് മാത്രമേ ഇവിടെ കൂടുള്ളൂ? ഓക്കെ. വൈകാലെ ഞങ്ങളെ ലോഡ് ഇറക്കിയിട്ട് വരുന്നത്. ഓക്കെ. എരുമേലി. വലിയ കൊട്ടാരം ലെഫ്റ്റിലേക്ക്. പിന്നെ എവിടെ പോയി? നമ്മുടെ സച്ചു നമ്മുടെ ഡ്രോൺ ഓപ്പറേറ്റർ. പിന്നെ ഇപ്പൊ ഇറക്കിട്ട് വരുന്ന വഴിയാ. വീട്ടിൽ പോയി. അവർ രണ്ടുപേരും. നിങ്ങളെവിടെ പോയതാ? ഞങ്ങള് പിന്നെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. പൈക പള്ളി വെച്ച്. അപ്പൊ അതിനുവേണ്ടി വന്ന കണ്ണൂരിൽ വന്നു. കണ്ണൂർ എവിടെ? കണ്ണൂര് ചെറുപുഴ. പയ്യന്നൂരിൽ അങ്ങോട്ടേക്ക്. ആ ട്രാവലിന്റെ പുറകിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഒരു ലാഭവും ഇല്ലാതെ ഞങ്ങളെ പോറ്റുന്ന മുതലാളിയാണ് ഞങ്ങളുടെ ഹീറോ. സാധാരണ ഒരു വണ്ടിക്കാരും ഡ്രൈവർമാരും ഇങ്ങനെ എഴുതി വെക്കുകയല്ല, വളരെ കുറവല്ലടാ. മുതലാളിയെ എന്നാന്ന് പറയുന്നത് സാധാരണ? അത് നമ്മൾ ഇതിനകത്ത് പറയണോ? വേണ്ട. ഞങ്ങൾ വരുന്ന വഴിയാ. ആ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാ. അവര് വീഡിയോ എടുക്കാൻ തുടങ്ങിയോണ്ട് ഞാനെന്താ അവിടെ ഇരിക്കാൻ കണ്ടോ? ഓപ്പൺ ജിമ്മ്, മീനച്ചിൽ പഞ്ചായത്ത് പൂവരണി പള്ളിയാ. നമ്മൾ പാലാ എത്തി. പാലാ മുരിക്കുമ്പോഴായത്. അപ്പോൾ അതെ, മീനച്ചിലാറൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകുന്നു. അപ്പോൾ ഇതേ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ ഏറ്റുമാനൂർ, കോട്ടയം. റൈറ്റിലേക്ക് പോയാൽ ഈരാറ്റുപേട്ട, തൊടുപുഴ ഒക്കെ പോവാം. സച്ചു എങ്ങനെ ഏറ്റുമാനൂർ വന്നിട്ട് പോന്നോ ഇവിടുന്ന് പോന്നോ? ഞാൻ പാലായിന്ന് പോന്നോർത്തുണ്ട്. ആണോ? ഇവിടുന്നാണെങ്കിൽ എനിക്ക് വീടിന് ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. ആണോ? സെന്റ് തോമസ് HS പാല. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള സ്കൂളല്ലേ? ബഹുത് പുരാനായേ. അപ്പോഴേ നമ്മളെ ഇപ്പം കണ്ട സ്കൂള് 1896 തുടങ്ങിയ സ്കൂളാണിത്. പാല ബിഷപ്പ് ഹൗസാ. വേണ്ട സ്റ്റാൻഡിക്കാരണ്ട.
ചായക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറ്റിയ അതിനകത്ത് ഒന്ന് കയറിയില്ലെങ്കിൽ സമാനമില്ല. റൗണ്ട് വെച്ചില്ലെങ്കിൽ അതെ പെട്ടെന്ന് ഞാൻ മറ്റേ പ്രൈവറ്റ് ബസ് ഡ്രൈവറാണ് ഓർത്തു പോയെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അപ്പോൾ ഇത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ സച്ചുവിനെ നമുക്ക് ഇവിടെ ഇറക്കി വിടാം. തന്നെ ഇറങ്ങുമോ ഇറക്കി വിടണോ? ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങിക്കോളാം. ആ. അപ്പോൾ ശരി. ആ വീണ്ടും കാണാം. ആര് കൊണ്ട് നിർത്തി ഇതുപോലെ കറക്റ്റ് സീബ്ര ലൈൻ പോകാനും എല്ലാം എല്ലാ സൗകര്യത്തിനാണ് നിർത്തിയത്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാം. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അൽഫോൺസ കോളേജ്, സെൻറ് തോമസ് കോളേജ് പാലായി. ഇപ്പം നമ്മൾ ഈ മീനച്ചിലാറിൻ്റെ തീരത്തൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു ജംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഇവിടുന്ന് കമ്പം തേനി ബസ് KSRTC കോട്ടയത്ത് നിന്ന് തേനിയിലോ 6 മണിക്കൂർ ചെലവായിരിക്കും. അങ്ങനെ ആയിരിക്കും. അതോ ഇനിയും വാഗമണ്ണ് വഴി കയറിയാണോന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ 22ാമത്തെ ദിവസം നമ്മളെ നാട്ടിൽ തിരിച്ചെത്തി, ഏറ്റുമാനൂരെത്തി. ഇതിലേ പറഞ്ഞാലും പോരാ. ഞാൻ അങ്ങ് തിരിഞ്ഞു. അപ്പോൾ അതെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ കയറ്റിയിട്ട് ഇനി വണ്ടി കഴുകാനൊക്കെ കൊണ്ടുപോകണം. നിങ്ങളുടെ ബാച്ചിലർ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അത് കൊള്ളാമല്ലോ. ബാച്ചിലറായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സച്ചോ കൂട്ടിയെന്നല്ലേ. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന പാർട്ടിയാണ്. അതൊക്കെ ലോക്കായതാ. ചായയും നല്ല മറയൂർ ശർക്കരയൊക്കെ ഇട്ട് അച്ഛമ്മ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ അത് കഴിച്ചിട്ടാകാം ബാക്കി. അതെ, പഞ്ചസാര അല്ലടാ, അതുകൊണ്ട് കഴിക്കാൻ ധൈര്യമായിട്ട്. പഞ്ചസാരയാണ്. നീ പഞ്ചസാര കഴിക്കും. ഞാൻ പിന്നെ ഡയറ്റ് തുടങ്ങി. ഞാൻ 6 കിലോ കൂടി. ആണോ? ഇവിടെ വന്ന് വെയിറ്റ് നോക്കിയപ്പോ അമ്മയും പോകുന്നുണ്ടോ അമ്പലത്തിൽ? ആൻ്റെ അമ്മ ഇങ്ങച്ച് മുദ്ദു ചേച്ച എറണാകുളം ട്രിപ്പ് പോയിട്ട് വന്ന്. ഞാൻ ട്യൂഷൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് വന്നു. അപ്പം നാളെ എന്തൊക്കെയോ ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. വണ്ടി മൊത്തം ചെളിയല്ലേ, കഴുകായിരിക്കും. ചേട്ടച്ച രാവിലെ എണീറ്റ് വണ്ടി കഴുകണേ. അപ്പൊ നാളെ നമ്മൾ 66 വർഷം ബൈ.